ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ISL നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗംഭീര പ്രകടനമാണ് സൂപ്പർ താരം നോവ സദോയി പുറത്തെടുത്തത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിൽ നിർണായക പങ്കു വഹിച്ചത് നോവ തന്നെയാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഗോളിലാണ് യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറിയിട്ടുള്ളത്. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും നോവ സദോയി തന്നെയാണ്. എന്നാൽ ഈ മത്സരത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു. ഡൈവ് ചെയ്തതിനാണ് അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചത്. മത്സരത്തിന്റെ 39ാമത്തെ മിനിറ്റിലാണ് നോവ പെനാൽറ്റി ബോക്സിനകത്ത് ഡൈവ് ചെയ്തത്. പെപ്ര പെനാൽറ്റി ബോക്സിലേക്ക് ഒരു ബോൾ നീട്ടി നൽകിയിരുന്നു. അത് പിടിക്കാൻ നോവ സദോയിക്ക് കഴിഞ്ഞു. അദ്ദേഹം ഒഡീഷ ഗോൾ കീപ്പറെ ഡ്രിബിൾ ചെയ്യുകയും ചെയ്തു. ഒഡീഷ ഗോൾ കീപ്പർ അത് തടയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. ഇതോടെ നോവ നിലത്ത് വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതൊരു ഡൈവ് ആയിരുന്നു. അവിടെ കോണ്ടാക്റ്റുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിയ റഫറി താരത്തിന് യെല്ലോ കാർഡ് നൽകുകയും ചെയ്തു. പെനാൽറ്റിക്ക് വേണ്ടി ഡൈവ് ചെയ്തതിനാണ് നോവക്ക് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ സമയത്ത് കമന്റേറ്റർ ഈ ബ്ലാസ്റ്റേഴ്സ് താരത്തെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ലഭിക്കേണ്ട ഡൈവാണ് താരം നടത്തിയത് എന്നാണ് പരിഹാസ രൂപേണ കമന്റേറ്റർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഈ ഡൈവിന് 9.5 നൽകുന്നത്. ഈ ഡൈവിന് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വരെ കിട്ടിയേനെ. ഇതാണ് ആ ഒരു കമന്റേറ്റർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം നോവ നടത്തിയ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ കൂടുതൽ ഊർജ്ജസ്വരനായിക്കൊണ്ട് അദ്ദേഹം കളിക്കുകയായിരുന്നു. ഒരുപാട് തവണ അദ്ദേഹം ഗോൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒഡീഷ FC പ്രതിരോധമാണ് പലപ്പോഴും അതിന് തടസ്സം നിന്നിരുന്നത്. പക്ഷെ മത്സരത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സീസണിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് നോവ സദോയി. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.